അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് CBI കോടതിയുടെ നിരീക്ഷണത്തിന് പിന്നാലെ പുറത്തുവന്ന പി ജയരാജന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. ഗൂഢാലോചന കേസുകൾ കാണിച്ച് CPM-നെ ഭയപ്പെടുത്താമെന്ന ധാരണ വേണ്ടെന്ന് പറയുകയാണ് CPM നേതാവ് പി ജയരാജൻ. ഗൂഢാലോചന കേസുകൾ പാർട്ടിക്ക് പുത്തരിയല്ലെന്നും പി ജയരാജൻ പറഞ്ഞു. കേസിൽ പി ജയരാജനും TV രാജേഷും വിചാരണ നേരിടണമെന്ന് കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ജയരാജൻ തന്നെ രംഗത്തെത്തിയത്. മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് പാർട്ടിയെ തകർക്കാനുള്ള നീക്കം നടക്കുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. ഇത്തരം പ്രവണതകളെ ജനങ്ങളെ അണിനിരത്തി ചെറുത്തു തോൽപ്പിക്കുമെന്നും പി ജയരാജൻ പറഞ്ഞു. 2012 ഫെബ്രുവരി 20-നായിരുന്നു MSF പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ വധിക്കപ്പെട്ടത്. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനും MLA ആയിരുന്ന TV രാജേഷും സഞ്ചരിച്ച വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഷുക്കൂർ കൊല്ലപ്പെട്ടത്. ലോകത്തും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയെല്ലാം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശത്രുവർഗം നാനാപ്രകാരത്തിലാണ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായിട്ടുള്ള പോലീസിന്റെയും പട്ടാളത്തിന്റെയും വെടിയേറ്റ് മരിച്ച നിരവധി രക്തസാക്ഷികളെ നമുക്ക് കാണാനാകും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വിപുലമാക്കപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരായി അപവാദങ്ങൾ പ്രചരിച്ച് പാർട്ടിയെ തകർക്കാനുള്ള നീക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളക്കേസുകൾ, ജയിലറകൾ, ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കെതിരായി ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ ഗൂഢാലോചന കേസുകളാണ്. പെഷവാർ ഗൂഢാലോചന കേസ്. രാജ്യത്ത് സമൂലമായിട്ടൊരു മാറ്റം ഉണ്ടാവണം, നിലവിലുള്ള സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമം മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഹാജിർമാർക്കെതിരായി, ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി അന്ന് ചാർജ് ചെയ്യപ്പെട്ട കേസും ഗൂഢാലോചന കേസാണ്. പിന്നീട് ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തപ്പോൾ കോൺപൂർ ഗൂഢാലോചന കേസ്, എത്ര ഗൂഢാലോചന കേസുകൾ, മീറത്ത് ഗൂഢാലോചന കേസ്. ആ ഗൂഢാലോചന കേസുകൾ കാട്ടി CPM-നെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഈ രാജ്യത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത്. അതിന് മാതൃകാപരമായി നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സഖാവ് അഴീക്കോട്. അതേസമയം ഷുക്കൂർ വധക്കേസിൽ CBI പ്രത്യേക കോടതി പി ജയരാജനെതിരായ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് അപ്പീൽ തള്ളിക്കൊണ്ട് പ്രസ്താവിച്ചിരുന്നു. കേസിൽ പി ജയരാജനും മുൻ MLA TV രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം. കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യവും കോടതി തള്ളിയിരുന്നു. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് CBI ചുമത്തിയിരുന്നത്. ഷുക്കൂർ കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ നേരിട്ട് ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇതിനെ എതിർത്ത് ഷുക്കൂറിന്റെ അമ്മ കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു. അപ്പീൽ തള്ളിയ CBI പ്രത്യേക കോടതിയുടെ നടപടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി ജയരാജന്റെ പ്രസംഗം. അതേസമയം അരിയിൽ ഷുക്കൂർ, ഫസൽ കൊലക്കേസ് എന്നിവ അന്വേഷിച്ച റിട്ടയർഡ് DYSP പി സുകുമാരന്റെ BJP പ്രവേശത്തെ വിമർശിച്ചും പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു. മൂന്നാം മുറയിലൂടെ കുപ്രസിദ്ധനായ റിട്ടയർഡ് DYSP സുകുമാരൻ ഒടുവിൽ ഏറ്റവും യോജിച്ച പാർട്ടിയിൽ തന്നെയാണ് എത്തിപ്പെട്ടതെന്നായിരുന്നു പി ജയരാജന്റെ പരിഹാസം.